നീയല്ലേ രാവിലെ മതി എന്ന് പറഞ്ഞിട്ടത്? ഇതാണെന്റെ രാവിലെ ഇപ്പൊ സമയം എത്രയെന്നറിയാം എനിക്ക്. എന്റെ കുഞ്ഞിരാമട്ട രാവിലെ വന്നിന് ഞാൻ. നിങ്ങളെ നാട്ടിലത്തെ ഒരു റോഡില്ലേ, മനുഷ്യ ഭ്രാന്താക്കുന്ന റോഡ്. നട്ടഭ്രാന്ത് പിടിക്കാണ്ടിരുന്നാ മതി, ഭ്രാന്ത് പിടിച്ചോട്ടെ. എങ്ങനെ ഭ്രാന്താവട്ടത്തില് ഞാൻ രാവിലെ വന്നതാണ്. ഞാൻ ആ ചിറ്റാരിക്കൽ വഴിക്ക് പോകുന്ന റോഡുണ്ട്, ആ ബസ് നിർത്തുന്ന അവിടെ നിന്നിട്ടുണ്ടായി. അപ്പൊ പയ്യന്നൂർ ഭാഗത്തുനിന്ന് ഒരു ബസ് അങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വന്നു. ആ വെയിറ്റിൽ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫുള്ള് പോയി ബസ്. സൈഡിലെ ചെടി ചെളി അങ്ങ് തെറിച്ചു പോയി. അറിയില്ല ബസ് അങ്ങോട്ട് കവർ ചെയ്ത് കയറിയിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തീരെ അറിയുകയില്ല അവിടെ നമ്മള് വെള്ളമുള്ള അല്ല കുഴിയുള്ള കാര്യം. എനിക്ക് തോന്നുന്ന ലക്ഷണം എനിക്ക് വൃത്തിയിലൊക്കെ വന്നപ്പോ എന്നാ കിടക്കട്ടി ചളി വെച്ചിട്ട് ആ ഡ്രൈവർ മനപ്പൂർവ്വം ചെയ്താണോ ആ സൗകര്യം പറയാനൊന്നുമില്ല. രസം മൊത്തം ചെളിയായി. എന്നിട്ടാ അതിന്റെ വീട്ടിൽ പോയാ? എന്നിട്ട് വീട്ടിൽ പോയി. പിന്നെ അവിടെ ഓട്ടോ പിടിച്ചിട്ടാ വീട്ടിൽ പോയത്. ബസ്സിൽ പോയി ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി ഡ്രസ് മാറ്റി രണ്ടാമത് വന്നാന്ന് കുഞ്ഞാവട്ടാ. ഓട്ടോ കൂലിയും പോയി, എല്ലാം പോയി. ഒരു വെള്ളക്കെട്ടിന്റെ പേരിൽ ഓട്ടോ കൂലിയും പോയി, സമയവും. കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. എല്ലാരും ശരീരത്തെ സ്പ്രേ ആയി ശരിക്കും. എന്തിനാ നമ്മൾ പഞ്ചായത്തിന്റെ കാര്യം പറയുന്നത്? സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്ത് എന്നാ പറയുന്നത്. എന്നിട്ടോ അവസ്ഥ എന്താ നോക്കി. എന്റെ കുഞ്ഞിനാവട്ടെ, ഈ പിന്നെ പഞ്ചായത്തിന്റെ മൂക്കിന്റെ അറ്റത്താണ് ഈ 3-4 റോഡുള്ളത്. ഒന്ന് ഇങ്ങോട്ട് പിന്നെ ആയുധിലേക്ക് വരുന്നത്, ഒന്ന് മറ്റേ നമ്മുടെ തിയേറ്ററിലേക്ക് പോകുന്നത്, ഒന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്നത്, പിന്നെ ഒന്ന് താഴെ പഞ്ചായത്തിലേക്ക്. 4 റോഡാണ് അവിടെ ഉള്ളത്. അതിന്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട്. പഞ്ചായത്തിലേക്ക് കയറി പോകുന്ന 2 റോഡ്, 2 സൈഡിലെ റോഡ്, അത് ശ്രദ്ധിച്ചു. അവിടെ നിന്ന് നടന്നു പോകാൻ നമുക്ക് കഴിയില്ല. വണ്ടി കൊണ്ട് പോകുന്ന നേരത്തെ ചിന്തിക്കണ്ട. അതിന്റെ അകത്തുള്ള വേറെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകുന്ന വണ്ടിക്കാരുടെ അവസ്ഥ. അതൊക്കെ അങ്ങനെയുള്ള അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങളുള്ളത്. ജനതാ ഹോട്ടലുണ്ട്, നല്ല തിരക്കുള്ള ഹോട്ടലല്ലേ. ഇതിന്റെ എല്ലാം ബഹുരസം എന്നറിയാം. ഇതെല്ലാം പഞ്ചായത്ത് ഓഫീസിലേക്കെല്ലാം റോഡുകളാണ്. അത് ശരിയാണ്. ഉദ്യോഗസ്ഥന്മാർ നടന്നുകൊണ്ട് അവർക്കൊരു വണ്ടി ഉണ്ടല്ലോ അതിന് ഏറെ ഉദ്യോഗസ്ഥന്മാർക്ക് സമയം. കാരണം ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു ആൾക്കാരാണ്. അവർക്ക് കൊണ്ട് തീരെ സമയമില്ല. കുട്ടി ഘോഷിക്കൽ കേട്ടാലോ? ഒന്നും പറയണ്ട. അതെ പറയാതിരിക്കാൻ പറ്റും. അല്ല പിന്നെ ഈ ഇതെല്ലാം പറയുമ്പോ നാട്ടുകാർക്കാന്ന് കഴിഞ്ഞാൽ മുണ്ടാട്ടില്ല, അവർക്ക് പ്രശ്നമില്ല. അല്ല അതിന്റെ മാത്രമല്ല മോഹൻചേട്ടാ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിപ്പോ പറഞ്ഞില്ലേ റോഡിന്റെ കാര്യം, അതുപോലെ തന്നെ ജാനകി മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾ, അത് അവരിപ്പം ഹൈവേ നമ്മുടെ മെയിൻ ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ഒരുപാട് കുട്ടികൾ പുറകെ കൂടെ അവിടെ നമ്മൾ ആ പഞ്ചായത്ത് ഓഫീസിന്റെ ഇപ്പുറത്താണ് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഫുള്ള് കുട്ടികളെ കയറ്റി ഇറക്കിക്കൊണ്ട് പോകുന്നത്. അവരുടെ വണ്ടി അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കൊണ്ട് വരുമ്പോ ഇപ്പുറം വഴി വണ്ടി ആയിരം റോഡ് നീല കയറി വരുമ്പോ ആ റോഡ് പൊളിച്ച് അതിന്റെ വണ്ടി ഇറങ്ങി വരുന്നത് കാണുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട്. നടക്കാൻ കഴിയും. അല്ല അതാണ് അവസ്ഥ. അത് മാത്രമല്ല ഇപ്പം പറയുന്നത് ഇപ്പൊ ഇക്കരയ്ക്കൊന്നും ഓട്ടോക്കാരെ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ പോലും വരുന്നില്ലാത്ത അവസ്ഥയിലെത്തി. അത് മാത്രമല്ല ചെക്ക് ഡാമിന്റെ നമ്മള് ഇവിടെയില്ല, എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെക്ക് ഡാമിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെ ബസ് സ്റ്റാൻഡിലോട്ട് വരുന്ന വഴി അവിടെ ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ കയറി വരാൻ പറ്റുന്നില്ല. അത് അത്ര മോശമായ അവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങൾ. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ നമ്മളെ പുറ സൈഡ് വഴി വരുന്ന റോഡ് നന്നാക്കി എത്ര കാലായി. അതെ മുഴുവൻ കുണ്ടുകുഴിയല്ലേ, മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റുമോ? ചിലവർ പോകുന്നത് പിന്നെ നാളെ ബീച്ചിന്റെ ആ കെട്ടിന്റെ ഉള്ളിൽ കൂടിയാണ്. അത് അങ്ങനെ പോകുന്നു, അങ്ങനെ യാത്ര ചെയ്തത്. അത് മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് ഇപ്പൊ വ്യാപാരികളോ മറ്റുള്ളവരോ ഒരു ചെറിയൊരു കംപ്ലൈന്റുമായിട്ട് പഞ്ചായത്തിൽ ചെല്ലുക, അവര് പറയുക, അവരെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നമ്മളിപ്പോ ഒരു പേപ്പർ കൊണ്ട് പഞ്ചായത്തിൽ ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയല്, ഒരു നല്ല രീതിയിലെ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ കരാറുകാരന് ഉഴപ്പി, പിന്നെ ഇപ്പൊ കാലാവസ്ഥ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇതല്ലേ അവര് പറയുന്നത്. സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ കരാർ എടുക്കുന്നത് മുഴുവൻ മഴക്കാലത്താണ് വഴി തുടങ്ങുന്നത്. നല്ല മഴ വരുമ്പോൾ അതിന് പൊട്ടിപ്പൊളിഞ്ഞു പോകും. ഈ റോഡിന്റെ കരാർ ചെറുപുഴ പഞ്ചായത്ത് കൊടുത്തിട്ട് 5-8 മാസമായി. അതെ അല്ല ഇത് പറച്ചിലിങ്ങലല്ലേ, ഇത് വെറും പറച്ചിലിങ്ങൽ മാത്രമല്ല. ഇവിടെ ഭരണമില്ല, പ്രതിപക്ഷവും ഇല്ല. ഇവിടെ പ്രശ്നം പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ഇല്ല, ഒരു രീതിയിലുള്ള പ്രശ്നം
നമ്മളെപ്പോലെ ഈ നൊട്ടയെന്ന് പറഞ്ഞ ഒരാൾ മുക്കിന് മുന്നിൽ ഇരുന്ന് നടക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ പ്രതികരിക്കാനോ നമുക്ക് സമയമില്ല. ആടെയാണോ നാട്ടുകാർ വാഴ ഒഴിച്ചെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. ഞാൻ കേട്ടു. ആ വാഴ വന്ന സമയത്ത് 2 വട്ടം മണ്ണിട്ടാല് അത്ര പ്രശ്നമില്ല. ഇവർക്ക് എന്താ കൊണ്ടുവന്ന് തൽക്കാലം ഇട്ടൂടെ അതിനകത്ത്. ആ വാഴ വെക്കുന്ന എങ്ങനെയാണ് വാഴ നമ്മുടെ വാഴയും പൊട്ടിയും പിന്നെ അത് മണ്ണ് അത് അങ്ങനെ പറയരുത് സുഹൃത്തെ. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഷേധം നമ്മളെ അറിയിക്കുക. മണ്ണിട്ട് അത് പ്രതിഷേധം നമുക്ക് അറിയിക്കാൻ കഴിയുമോ പഞ്ചായത്തിന്? അല്ല, ഇതൊരു പ്രശ്നമല്ല. ഇതൊരു ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും. മണ്ണിന്റെ പ്രതിഷേധമല്ല, ചളി കൂടിയായി വരുന്നു. ചെറിയ കൂടിയായിട്ട് വരുന്നു. നമുക്ക് വേണ്ടത് മാറ്റമാണ്. നമുക്ക് വേണം നമ്മുടെ പ്രശ്നങ്ങൾ മാറുക, നമ്മുടെ റോഡുകൾ നന്നാക്കുക. അത് അതിന് അങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിന്റെ മാറ്റം കുറച്ച് കുതിരാട്ടപ്പോ പറയുമ്പോലെ എപ്പ ശരിയാക്കി തരാം, എപ്പ ശരിയാക്കി തരാം. അത് ശരി, അത് ശരി, അത് ശരി. നമുക്ക് പറഞ്ഞാലേ ഇത് പറയുന്ന കൂടെ തന്നെ ഇതും കൂടെ ചെയ്യാം. വേണം കുറച്ച് 2 കല്ലെടുത്ത് എടുക്കുവോ. ഇപ്പൊ പിന്നെ ബാക്കി റോഡുകളെല്ലാം ബാക്കി നാളെ അറിയുന്നില്ലേ. അപ്പൊ ഈടെ പ്രശ്നം ഇതിപ്പം കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നല്ല, കുറ്റപ്പെടുത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറയാമെന്ന്. അതിൽ വേറെ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ചെയ്യണ്ടേ? ചെയ്യണം. അതാ ഞാൻ ചോദിക്കുന്നത്. നമുക്കിത് ചെയ്യണം. നമ്മുടെ നാടിന് മാറ്റങ്ങൾ വരണമെങ്കിൽ അവരിയ്ക്കുന്നിടമെങ്കിലും അവനവരിയ്ക്കുന്നിടം വൃത്തിയാക്കാന്ന് പറയുന്നത് അതെങ്കിലും ചെയ്യണ്ടേ? ഒന്നുമില്ലെങ്കിൽ ആ റോഡ് കോൺക്രീറ്റ് ചെയ്താൽ മതി, ഈ പ്രശ്നമേ വരുന്നില്ല. എത്രയോ അല്ലേ കോൺക്രീറ്റ് പൈസ ഒന്നും വേണ്ട. എന്നാലും എത്രയോ കാലം നിൽക്കും അത്. എംഎൽഎയുടെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിട്ട്. എംഎൽഎയുടെ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഈ ഇവര് പണി എടുപ്പിക്കണ്ടേ? കരാറിന് ഉഴപ്പിക്കാൻ നടക്കല്ലേ? കരാറിന് ഉഴപ്പെന്ന് അങ്ങനെ അടച്ചു പറയരുത് ചേട്ടായി. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കരാറിന് ഉഴപ്പെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ പറയുക, ഇച്ഛാശക്തിയുള്ള ആൾക്കാർ ആ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാത്തതിന്റെ കുറ്റമാണെന്ന് ഞാൻ പറയും. ഇതൊരു കാര്യമുണ്ട്. ഈ ഓരോ നാട്ടിലെയും നാട്ടുകാർക്ക് ചേരുന്ന ഭരണാധികാരികളെ അവർ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാട്ടുകാരെ മൊത്തം മോശമാക്കി പറയരുത്, അത് മോശം. നമ്മൾ ചില പഞ്ചായത്ത് പോയി കഴിഞ്ഞാല് റോഡും കാര്യം കാണുമ്പോൾ നമുക്കൊക്കെ എന്തോ ഒരു മനസ്സിൽ എന്താ നല്ല ഉദ്യാനല്ലാക്കി എന്തൊരു അന്വേഷിക്കണം. അപ്പൊ ഞാൻ ഇതിനെ വരുമ്പോഴേ, അതായത് 2-3 ദിവസം മുമ്പേ വരുമ്പോൾ നമ്മുടെ പാവപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ആ പാർക്കിൽ കയറി എന്നിട്ട് വേറെ ഏതോ ഒരാൾ കൂടിയുടെ കൂട്ടത്തില് ആ ചെളിയും കടലാസും മറ്റേ ഇലയൊക്കെ വാരിയിട്ട് കളയുന്നുണ്ട്. കഷ്ടം തോന്നിപ്പോയി നമുക്ക്. രാവിലെ ഒരു കഷ്ടം തോന്നുന്ന പോയി അവിടെ അതിന്റെ വീഡിയോ രാവിലെ വന്നു. ജനസമ്മതിയുടെ പ്രശ്നമാണ്. അതിന്റെ വീഡിയോ ഇത്ര വീഡിയോല്ലേ മീൻ. കുഞ്ഞാവട്ടാ, ഇതിനെന്താ വേണമെന്നറിയാം, നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം. അവിടെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് അവിടെ ഇരിക്കണം. എന്റെ രക്ഷോടാ, ഈ നേരം പഠിക്കാൻ മുതൽ വൈകുന്നേരം വരെ ആരായാലും മേഖലയിലാണ് പോയി കുത്തിയിരിക്കാൻ. അല്ല, അതിനകത്തുണ്ടേ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പോയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? അവര് പോയിരിക്കും, അവർക്ക് അതിന്റെ കാര്യം ഉണ്ടാവും. നമുക്ക് കേട്ടോ സുരേഷേ, ഇപ്പൊ നിങ്ങൾ രണ്ടാമത് പറഞ്ഞു വരുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് ഇതെല്ലാം വേണം, നമുക്ക് വേണ്ടി സമരം ചെയ്യാൻ പറ്റും. മറ്റേ ആൾക്കാരുണ്ട്, അവര് വന്നു. അങ്ങനെ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, നമുക്ക് വേണ്ടെന്നുള്ളതല്ല. പക്ഷെ ചില കാര്യങ്ങള് അവരെ അധികാരികളെ പറഞ്ഞു ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളൊന്ന് ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്നതാന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതെ, അതുകൊണ്ടല്ലേ കൂടുതൽ ആൾക്കാർ പോകുന്നത്. നാട്ടുകാർ ഒന്നടങ്കം പോകണം. 10-50 ആൾക്കാർ 1-2 ആൾക്കാർ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ പറയുക. ബാക്കിയിട്ട് 50 ആളും എല്ലാ ദിവസവും വൈകുന്നേരം ഇതിന് തീരുമാനം ഉണ്ടാവുന്നല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ നമുക്ക് മുദ്രാവാക്യമൊന്നും വേണ്ട, അവിടെ പോയിരിക്കോ. ഈ 50 ആളെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. 500 ആളെ സംഘടിപ്പിക്കില്ല നമുക്ക്. എന്നാ നമുക്ക് ആ മാർഗം നോക്കാം. അതാ നല്ലത്. അല്ല, അത് അന്നേരം വേറെ വിഷയമുണ്ട്. നമ്മളിപ്പോ ഉദ്ദേശശുദ്ധിയോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെ അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ ചോര വരും. രാഷ്ട്രീയം എന്താ സുരക്ഷ? ആയിക്കോട്ടെ, എല്ലാം രാഷ്ട്രീയം തന്നെയാണ്. ഒരു കാര്യം വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ അത് നമ്മളൊരു കാര്യം നല്ല രീതിയിൽ തന്നെ മുന്നേ നല്ല മനസ്സോട് കൂടി നല്ല ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു വരുമ്പോൾ വേറെ അവിടെയാണ് അത് തന്നെയാണ് ഇവരുടെയൊക്കെ വിജയം തന്നെ. ഈ ഉദ്യോഗസ്ഥ വർഗത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതെ, ആ വിജയത്തിൽ നമ്മൾ നിന്ന് കൊടുക്കേണ്ട നമ്മ വിജയിക്കണം. നമുക്ക് നമ്മളെ നാടിന് നല്ലത് വരുന്ന കാര്യങ്ങൾ ഇപ്പൊ ആൾക്കാർ പറയുന്ന അറിയോ? നമുക്ക് പറയാം. കേട്ടോ സുരേഷേ, ആൾക്കാർ പറയാ മലയോട് കലർന്നിട്ട് കാര്യമില്ല, അധികാരിയോട് കളിച്ചിട്ട് കാര്യമില്ല, മലയോട് കലർന്നിട്ട് കാര്യമില്ല എന്നാ പറയുക. നമുക്ക് ചെറിയൊരു കല്ലും കറിഞ്ഞൂടെ? അതെ, നമ്മ എല്ലാവരും ഒരു കല്ലെങ്കിലും മലക്കാർ അറിയാൻ പറ്റില്ലേ? അത് പറ്റും. അങ്ങനെയല്ല, നമുക്കൊരു വഴി നമ്മളുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പറ്റണം സുരേഷേ, പൊതുജനം കഴുതയല്ലാതെ ഇവരെ ബോധ്യപ്പെടുത്തണേ. അത്ര തന്നെ ഉണ്ട്. +2 പഠനം കഴിഞ്ഞില്ലേ, ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്.
2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.